ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്, നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഈ ഒരു സമയം നിങ്ങളുടെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ കറണ്ട് എനർജിയുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. Universe, please guide me for this reading for my audience, reading for my subscribers. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് കാർഡ് നമ്പർ 1, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് കാർഡ് നമ്പർ 2, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് കാർഡ് നമ്പർ 3. നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. കാർഡ് നമ്പർ 1 is the world എന്ന് പറഞ്ഞ കാർഡാണ്. കാർഡ് നമ്പർ 2 is Queen of Pentacles. കാർഡ് നമ്പർ 3 4 of Pentacles എന്ന് പറയുന്ന ഒരു കാർഡാണ്. മൈ ഡിയേഴ്സ്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട്, നിങ്ങളൊരു ഏതോ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില ഡിസ്റ്റർബൻസിലുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസാനം ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ആരുമായിട്ടും കണക്റ്റ് ആവാത്ത, അല്ലെങ്കിൽ ആളുകളെ കുറച്ച് പേടിക്കുന്ന ഒരു എനർജിയിലാണ്. ലൈക്ക് നിങ്ങൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർ നിങ്ങളെ യൂസ് ചെയ്യുമോ, നിങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കാൻ റെഡി അല്ലാത്ത ഒരു എനർജിയിലേക്കാണ്. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആണെങ്കിൽ പോലും അത് അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് വിട്ടുകൊടുക്കാൻ റെഡി അല്ല എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള പൈസ പരിപാലിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നിങ്ങളുടേത് എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എല്ലാവരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഡ്രോവൽ എനർജി തോന്നുന്നത്. ഓക്കെ, സോ ഇത് ഒന്നിൻ്റെയും അവസാനമല്ല. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനർജി ഉള്ളൊരു വ്യക്തിയാണ്. സോ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം.